അപ്പൊ നമ്മൾ ഈ ഓടിപ്പടഞ്ഞ് പോണത് എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സലൂണിലോട്ടാണ് നമ്മൾ പോകുന്നത്. എൻ്റെയും മമ്മിയുടെയും മുഖം ഇപ്പൊ കാണുന്നതും ആഫ്റ്റർ ആൻഡ് ബിഫോർ കാണുന്നതും ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ നമ്മുടെ മുഖം കാണുന്നത്. അപ്പൊ നമ്മള് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരുള്ള ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ സലൂണിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മള് ഇവിടുത്തെ സർവീസ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല അടിപൊളി കാഴ്ചകൾ. ഞങ്ങൾ രണ്ടാമത്തെ വാം വെൽക്കം ആയിരുന്നു. വാം വെൽക്കം ചെയ്തു. നമ്മൾ കുറച്ച് വട്ടം പോയിട്ടുണ്ട്. കുറച്ചു നേരം നമ്മൾ സംസാരിച്ചിരുന്നപ്പോ നമുക്ക് ജ്യൂസ് ഒക്കെ കൊണ്ടുവന്നു. അത് നമുക്കെന്ന് മാത്രല്ല അവിടെ ചെയ്യുന്ന എല്ലാവർക്കും. പിന്നെ ഒരു ഉച്ച തിരിഞ്ഞപ്പോ ചായ അങ്ങനെയൊക്കെ അവർ കൊണ്ടുവന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക അവര് വിളിക്കാൻ വേണ്ടി. ഞങ്ങൾ രാവിലെ മോർണിംഗ് തന്നെ വന്നതാണ്. 9 മണിക്ക് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഈ ഓപ്പൺ ചെയ്ത പക്ഷേ ആൾക്കാർ ചട്ടപ്പട നല്ല തിരക്കുണ്ട്. ഗ്രാവിറ്റി എന്ന് പറഞ്ഞ തൃശ്ശൂരുള്ള ഷോപ്പിംഗ് ആണ്. ഞങ്ങൾ പടിഞ്ഞാറേ കോട്ടയിലാണ് കേട്ടോ. പടിഞ്ഞാറേ കോട്ടയിലാണ് കേട്ടോ. ഈ ലൈറ്റ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആണ്. ഞാൻ എല്ലാ പ്രാവശ്യം ഈ ലൈറ്റാണ് വീഡിയോ എടുക്കാറ്. പിന്നെ ഇതേ മമ്മിയ ഓട്ടയിലുള്ളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് ഈ ഷാംപൂസ് ഒക്കെ ലോറിയലിന്റെ സാധനങ്ങളാണ്. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഹെയർ ചെക്ക് ചെയ്യാണ് ആള്. ഒരു ഹിന്ദി നേപ്പാളിയാണ്. എന്റെ ഹെയർ ചെക്ക് ചെയ്ത് നമുക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണോ വേണ്ടേന്ന് അവർ സജസ്റ്റ് ചെയ്യും. അപ്പൊ എനിക്ക് ചെയ്തത് എന്താ ബ്ലോട്ടം അങ്ങനെ എന്തോ പറഞ്ഞ സാധനമാണ് ചെയ്തത്. ബോട്ടം പ്ലാസ്റ്റാന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സംഭവമാണ് എന്റെ ഹെയറിനെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ അതിന് മുന്നേ ചെയ്തിട്ടുള്ളത് ഉണ്ടല്ലോ സ്മൂത്തനിങ് ആയിരുന്നു. അപ്പൊ അത് ഇപ്പൊ എന്റെ ഹെയർ കുറച്ച് ഡാമേജ് ആയി. കുറച്ച് ഞാൻ ശ്രദ്ധിക്കല് കുറച്ച് കുറവായിരുന്നു സത്യം പറഞ്ഞാല്. ഞാൻ ശ്രദ്ധിച്ചിരുന്ന ആളാണ് ഹെയർ. പക്ഷെ കുറച്ച് കാലങ്ങളായിട്ട് മീൻസ് കുറച്ച് മാസങ്ങളായിട്ട് എനിക്ക് ഹെയർ ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല. എന്നെ തന്നെ ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു മേക്ക് ഓവർ ആവശ്യമാണ് എന്ന്. അപ്പം ഞാൻ ഫേസിൽ അങ്ങനെ ഫേഷ്യൽ ചെയ്യുക അല്ലെങ്കിൽ ത്രെഡ് ചെയ്യുക അതൊക്കെ ഇത്തിരി കുറവാണ്. ഞാൻ ചെയ്യാറേ ഇല്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസ് എപ്പോഴും നല്ല പക്ക ഡീസൻ്റ് ആയിരിക്കും. എനിക്കൊരു പിമ്പിൾ വരിക അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഹെയറിൽ ഞാൻ പലതരം ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും. ഹെയറിൽ എനിക്ക് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. പക്ഷേ ഭയങ്കര ചിലവാണ് കേട്ടോ. ചിലവിൻ്റെ കേസൊന്നും ചോദിക്കരുത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹെയറിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് കാലമായിട്ടുള്ളൂ ആ പ്രാന്തം തുടങ്ങിയിട്ട്. എൻ്റെ മുടി ശരിക്കും കേളായിരുന്നു. കേളാക്കിയതായിരുന്നു ഞാൻ. പിന്നെ ആ കേളിനെ മാറ്റി സ്ട്രെയിറ്റ് ചെയ്തു, സ്മൂത്തനിങ് ചെയ്തു. ഇപ്പം ഞാൻ ഈ പരിപാടിയും ചെയ്തു. അങ്ങനെ അയ്യോ ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കുറേ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഹെയർ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അവിടെ ചെന്ന് അനുഭവിക്കുമ്പോൾ തന്നെയാണ് അറിയുള്ളൂ കേട്ടോ. കാരണം നമ്മളൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് നമ്മളെ സന്തോഷപ്പെടുത്തണം. ഇതിപ്പോൾ എൻ്റെ ഒരു സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. ഇപ്പം പൈസ ഉണ്ടായിട്ടോ പൈസ ഇല്ലാഞ്ഞിട്ടോ അങ്ങനെയൊന്നും വിചാരിക്കരുത്. അതെൻ്റെ ഒരു സന്തോഷമാണ്. എനിക്ക് ഡ്രസ്സ് ഹെയർ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫേസിൽ ഞാൻ പറഞ്ഞില്ലേ ഒന്നും ചെയ്യില്ല എന്ന്. ഈ ചേട്ടനാണ് നമ്മുടെ രണ്ടുപേരെയും നോക്കിയിരുന്ന ആള്. അപ്പം ഇവള് എന്താ ചെയ്തതെന്ന് വെച്ചാൽ കളർ ചെയ്തു, ഹെയർ കളർ ചെയ്തു, എന്നിട്ട് വാഷ് ചെയ്തിട്ട് പിന്നെ സ്പാ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ സ്പാ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വെറുതെ അയൺ ചെയ്ത് വിട്ടു, അത്രയേ ഉള്ളൂ. അങ്ങനെ അത് നന്നായിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല സർവീസാന്ന് ഞാൻ പറഞ്ഞില്ലേ, അടിപൊളി സർവീസാണ് അവിടെ. ഒരു രക്ഷയില്ല. കുറേ പേര് അവിടെ വരുന്നുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ആൾക്കാർ. പിന്നെ എന്നെ ഇവിടെ ഇങ്ങനെ ഒരു 10 പ്രാവശ്യം തല കുളിച്ചിട്ടുണ്ടായിരിക്കും. തല കുളിക്കുന്നു, ക്രീം ഇടുന്നു, തല കുളിക്കുന്നു. ഇതന്നെയായിരുന്നു പണി കേട്ടാ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യിപ്പിക്കും. അതിൻ്റെ ഇടയിൽ മോളുട്ടിക്ക് ഇതാ കളർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. നല്ല കളറായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഇതിന് മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ മോളുട്ടിയുടെ ഹെയറിൻ്റെ കളർ കാണിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലൊന്ന് പറയണേ. അപ്പോൾ ആ ചേട്ടൻ ഫേമസ് ആണ് അവിടുത്തെ. അപ്പോൾ ആ ചേട്ടനെ പരിചയമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം. പലരും പോയിട്ടുണ്ടായിരിക്കും അവിടെ. പോയിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ സിറി കിടന്ന് മൂളുന്നുണ്ട്. സിറിയോട് മിണ്ടുന്നില്ലല്ലോ, അത് കാരണം. മോളുട്ടി ആ സിറീനൊന്ന് നോക്കിയേ, സിറിയെ മൂളിക്കൊണ്ടിരിക്കണോ. അങ്ങനെ നമ്മൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല പല ഘട്ടങ്ങളിലായിട്ടാണ് ഓരോരോ കേസുകൾ ചെയ്യുന്നത്. അതിൻ്റെ ക്രീമൊക്കെ പുരട്ടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ഭയങ്കര സ്മെല്ലൊക്കെ ഉണ്ട്. അതൊന്ന് ആ സിറീനെ നോക്കിയേ. അങ്ങനെ നമ്മളെ കുളിപ്പിക്കുന്നു, ഹെയർ ഡ്രൈ ചെയ്യുന്നു, വീണ്ടും കുളിപ്പിക്കുന്നു, വീണ്ടും ക്രീം പുരട്ടുന്നു. ഞാൻ ആ കൊച്ചിനോട് യൂട്യൂബിൽ വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ ആദ്യമേ എന്നോട് ചോദിച്ചു, യൂട്യൂബ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയൊരു യൂട്യൂബ്
ചാനൽ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നെയിമൊക്കെ ഒന്ന് ചോദിച്ചു കൂട്ടാ. അപ്പം ഞാൻ ചോദിച്ചു ആ കൊച്ചിനോട് യൂട്യൂബിൽ വീഡിയോ ഇടും, കൊച്ചിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല ഇട്ടോ എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് പരിചയപ്പെടാൻ വന്നിട്ടുണ്ടായിരുന്നു, പരിചയപ്പെട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കുറേ അയ്യോ കഴുത്ത് ഭയങ്കര വേദന എടുത്തു തുടങ്ങി. പിന്നെ എനിക്ക് കുറേ നേരം ഇങ്ങനെ ചെയ്തിട്ടേ അങ്ങനെ കുറേ പ്രാവശ്യം അത് ചെയ്ത് അത് ചെയ്ത് ഇങ്ങനെ കഴുകി ഉണക്കി പിടിച്ച് എനിക്ക് കുറച്ച് നേരെയൊക്കെ വന്നു തുടങ്ങിയിട്ടാ. അധികം ഇല്ല, കുറച്ച് വന്നിട്ടുണ്ട്. ഞാൻ കളർ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ ഇപ്പോൾ കളർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെയ്ത ട്രീറ്റ്മെൻറ്റിന് ഫേക്കായി പോകുന്ന പറയുന്നത്, ഫെയ്ഡായി പോകുന്ന പറഞ്ഞത്. അത് കാരണം ചെയ്യണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇങ്ങനെ കുറേ പ്രാവശ്യം ചെയ്ത് നിങ്ങൾക്കറിയാലോ, ഒരു ട്രീറ്റ്മെൻറ്റിന് ഇരിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുമുണ്ട്, കുറേ സമയം വേണം. എത്രയോ മണിക്കൂർ, 5-6 മണിക്കൂർ എടുത്തു നിന്നുണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് തീരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബോറടിക്കുകയെന്ന് വെച്ചാൽ അതിനേക്കാൾ ബോറടി. പിന്നെ നമ്മുടെ തലയിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഉറക്കം വരും. ഇതാണ് കേട്ടോ ക്രീം ഇങ്ങനെ പരട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ചെറിയ ലെയർ എടുത്തിട്ടാണ് കേട്ടോ ഇവർ അത്രയും സൂക്ഷ്മമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊത്തിരി ഇഷ്ടമാണ് ഇവരുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇതാ ചേട്ടൻ വന്നു. ആ ചേട്ടൻ വന്ന് പിന്നെ സ്പീഡായി കാര്യങ്ങൾ, പടപടേന്നായിരുന്നു. അങ്ങനെ കുറേ ബോറടിക്കുന്നുണ്ട്, കുറേ ഉറക്കം വരുന്നുണ്ട്. എന്നാലും പിന്നെ നമ്മൾക്ക് സുന്ദരിയാവണ്ടേ, അതിന് വേണ്ടി നമ്മൾ എന്ത് ത്യാഗവും സഹിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഈ ത്രെഡ് ചെയ്യാൻ എനിക്ക് മടിയാണ്. ത്രെഡും കൂടി ചെയ്താൽ നല്ല രസമായിരിക്കും, പക്ഷേ എനിക്ക് എന്തോ ത്രെഡ് ചെയ്യണ്ടെന്ന് തോന്നി. അങ്ങനെ എന്നെ ഇങ്ങനെ ഒരു ബിംബം പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സംഭവമൊക്കെ വെച്ച് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ വെച്ച് ചുറ്റി, റാപ്പർ വെച്ച് ചുറ്റിയിട്ട് എന്നെ അവിടെ ഇരുത്തി. അത് കുറച്ച് അധികം ടൈം എന്നെ അവിടെ ഇരുത്തിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്യുന്നതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്, എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ കുറേ വീഡിയോ എടുക്കുന്നു, കുറേ ബോറടിക്കുന്നു. അങ്ങനെ മൂളുട്ടീനെ അവിടെ ഹെയർ കളറ് മറ്റേന്താ ചെയ്യുന്നത് കഴുകി കളയുന്നുണ്ട്. അതും കുറേ സമയമൊക്കെ എടുത്തു കേട്ടോ അവളുടെ. അവൾക്കും ബോറടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പിന്നെ സുന്ദരി ആവണ്ടേന്ന് വെച്ചിട്ട് അവളും സഹിച്ച് പിടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഹെയറൊക്കെ. അത് ഞാനാണോ? അല്ല, ഇത് മൂളുട്ടിയുടെ തന്നെയാണ്. അങ്ങനെ എനിക്ക് ബോറടിക്കുന്നുണ്ട്. എന്നാലും ഞാനിങ്ങനെ ഇരുന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. കുറേ വീഡിയോ എടുത്തു, കുറേ മൂൾട്ടീൻ്റെ വീഡിയോ എടുത്തു. മൂൾട്ടീനെ ഇടയ്ക്കിടയ്ക്ക് നോക്കണമല്ലോ. പക്ഷെ അവിടെ സേഫാണ് കേട്ടോ, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല സേഫായ സ്ഥലം തന്നെയാണ്. അങ്ങനെ ചെയ്തിരുന്നു. എല്ലാവരും സുന്ദരികളാവാൻ വേണ്ടിയിട്ടും പിന്നെ കുറേ പേര് കല്യാണ പെൺപിള്ളേരുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ ഒക്കെ ഹെയർ ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ മൊത്തത്തിൽ നടക്കുന്നത്. അങ്ങനെ മൂട്ടിയുടെ തലയുടെ കുളിയൊക്കെ കഴിഞ്ഞു, കളറൊക്കെ പിടിച്ചു. മൂൾട്ടി അവളുടെ സീറ്റിലേക്ക് പോവാണ് കേട്ടോ. മോൾട്ടിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ നല്ല ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. കളർ അവൾ തന്നെയാണ് സെലക്ട് ചെയ്തത് കേട്ടോ. പിന്നെ ഇത് വേറെ കൊച്ചാ. അങ്ങനെ മോളിട്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുക തന്നെ. അങ്ങനെ വന്ന് പിന്നെ എന്താ ചെയ്യുക, പിന്നെ എന്തൊക്കെയൊക്കെയോ എന്നിട്ട് പിന്നെ സ്പാ ചെയ്യണോ എന്നുള്ളത് ചോദിക്കുക. സ്പാ ചെയ്യണ്ടേ എന്നുള്ളത്. സ്പാ ചെയ്യണ്ടെന്നാണ് ആ മാഡം പറഞ്ഞത്. കാരണം എന്തോ മുടി സ്പ്ലിറ്റായി പോകുന്നു, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ സ്പാ ചെയ്തില്ല നമ്മളവിടെ. പിന്നെ ലെങ്ത്ത് കുറച്ച് കൂടുതലാണ്, അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ കയറി എമൗണ്ടും വരും. നമ്മൾ ഇപ്പോൾ സ്പാ ചെയ്യാന്ന് വെച്ചിട്ട് പോയത്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞോട് കൂടി പിന്നെ നമ്മൾ അതിന് വിട്ടു. പിന്നെ എൻ്റെയിലേക്ക് വന്നു. പിന്നെ എൻ്റെ തലയിലത്തെ ആ സംഭവമൊക്കെ ഊരി ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തു. ഇത് ഉണക്കലാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതെ. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേത് ഈ സ്ഥലം എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതേതോ ഈ സ്ഥലം? ഇത് ഞാനൊരു വെറുതെ മമ്മയോട് നിൽക്കുന്ന സമയത്ത് വീഡിയോ എടുത്തതാണ് കേട്ടോ ഗൈസ്. വെറുതെ ഇത് എന്നെ എന്നിട്ട് മുകളിൽ 4ാം നിലയുടെ മുകളിൽ ഇവർക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുണ്ട്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കെമിക്കലാണല്ലോ, ഭയങ്കര പുകയും ഇതൊക്കെ വരും നമ്മുടെ തലേന്ന്. ഈ മുടി അയൺ ചെയ്യണ നേരത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ അയൺ ചെയ്യുമ്പോൾ ഭയങ്കര പുകയാണ്. അപ്പോൾ താഴെയുള്ള കസ്റ്റമേഴ്സിന് അതൊരു ബുദ്ധിമുട്ടാവുന്നത് കൊണ്ട് ഈ മാതിരി അംഗം വെട്ട് ചെയ്യുന്ന ടീമിനൊക്കെ മേലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ
പുകയും തീയും പുകയൊക്കെ ഉണ്ടാവും അവിടെ. അതൊക്കെ ചെയ്ത് നമ്മളതിനെ ഉണക്കി അങ്ങനെയൊക്കെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഗുരു എന്നൊക്കെ ആക്കുന്നുണ്ട്. നല്ല സുഖമുണ്ട് എനിക്ക്. ഉറക്കം വന്നിട്ട് ഞാൻ കുറേ ഉറങ്ങിയില്ല മുള്ളുട്ടിയെ. എനിക്ക് ഉറക്കം എന്നിട്ട് ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, ഉറക്കം വരുന്നുണ്ടോ ചേച്ചിക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുറച്ച് ഉറക്കം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇങ്ങനെ അതാരും ശ്രദ്ധിക്കേണ്ട. സിറിമോള് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന കണ്ടിട്ട് അവളോട് സംസാരിക്കുന്നില്ലല്ലോ, അവള് കൂട്ടിലാണ്. അത് കാരണം എന്നോട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്ന് നോക്കിയേ മുള്ളിട്ടി അതിനെ. അങ്ങനെ കുറേ നേരം ഇത് ഒരു മണിക്കൂർ ഈ ഒരു സംഭവം ആ ചേച്ചി ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. കാരണം അവരുടെ കയ്യിൻ്റെ ഒരു അവസ്ഥ ഞാൻ ആലോചിക്കുന്നത്. ഈ കൊച്ചിനാണ് കേട്ടോ കൂടുതൽ പണി എനിക്ക് തോന്നിയത്. കാരണം ഒരു മണിക്കൂർ, ശരിക്കും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും ഇത് ഇങ്ങനെ അയൺ ചെയ്ത് ആ ക്രീം മൊത്തം പോയി. ഭയങ്കര ഇതായിരുന്നു ആ ക്രീം. ആ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ക്രീമായിരുന്നു. ആ ക്രീം പോയിട്ട് നമ്മുടെ നോർമൽ ഈ മുടിയിലേക്ക് വരണം ആ സാധനം. അതിന് വേണ്ടി എന്ത് ചെയ്യണം, അയൺ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല ബുദ്ധിമുട്ടുണ്ട്. ശരി, എൻ്റെ അടുത്ത് വന്നു കേട്ടാ പൊടി. അങ്ങനെ കുറേ നേരം അത് ചെയ്ത് മോളിട്ടേക്ക് പിന്നെ ബോറടിക്കുന്നുണ്ട്. മോളിട്ടേ പറയുന്നത് ഇവിടുത്തെ പുകയും തീയും കണ്ടിട്ട് നിനക്ക് ബുദ്ധിമുട്ടായാ മോളിട്ടേ? എന്ത് പുകയല്ലേ എൻ്റെ ഉള്ളില്. എൻ്റെ മക്കളെ, നിങ്ങൾ കുറേ കാര്യങ്ങൾ കാണാത്തതുണ്ട്. കുറേ പേര് കണ്ടവരുണ്ടാവും. അവരിപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയണതാന്ന് പറയും. പക്ഷെ കുറേ പേര് ഇങ്ങനത്തെ ഒക്കെ കാണാത്തതുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഇത് എന്താ പറയുക, ഇതൊന്ന് ട്രൈ ചെയ്യാത്തവരുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഏരിയയിലേക്കേ പോകാത്തവരുണ്ട്. എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമ്മളങ്ങനെയൊന്നും ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ഇതുപോലെ ഇട്ടപ്പോൾ ഒരു കൊല്ലം മുന്നേ ഇതുപോലത്തെ ഞാൻ സ്മൂത്തനിങ് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണല്ലേ എന്ന്. അപ്പം ഇങ്ങനെയൊക്കെയാണ്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. നമ്മുടെ ചേട്ടൻ അവിടെ ഉണ്ട്, അതെന്നെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വെട്ടേ ശരിയാവും, ഇങ്ങനെ വെട്ടേ ശരിയാവും. അങ്ങനെ വെട്ടലും പിടിയൊക്കെ കഴിഞ്ഞ് ഇതേ വന്നു, ഇതേ ആട്ടിയിട്ട് നടക്കുന്നുണ്ട് ഞാൻ മോളിട്ട്. അപ്പം അങ്ങനെ കുഞ്ഞെ വീഡിയോ എടുത്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ